ആ ഇവിടെ വന്നിരിക്കുക. എന്താ പറയാണ്ടെന്ന് പറഞ്ഞു? അല്ല, അത് വേറൊന്നുമല്ല. ഞാൻ വന്ന അന്ന് മുതൽ ഒബ്സർവ് ചെയ്യാ നമ്മുടെ അമ്മേന്റെ സന്ധ്യനോടുള്ള ആറ്റിറ്റ്യൂഡേ അതൊട്ടും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തിനും ഏതിനും അവളെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് നടക്കുക. വേറെ ആരും അല്ലല്ലോ, അമ്മേന്റെ സ്വന്തം മോന്റെ ഭാര്യ തന്നെയല്ലേ. എന്നോടാണെങ്കിൽ ഭയങ്കര സ്നേഹം, അവളോടാണെങ്കിൽ നേരെ തിരിച്ചും. അതെന്താ അങ്ങനെ? എനിക്കും തോന്നി. ഒന്നാമത് എന്താണെന്നറിയോ, അമ്മേനോട് അവന് ഭയങ്കര ഇഷ്ടം. അമ്മ എന്ത് പറഞ്ഞാലും അത് അങ്ങനെ കേട്ടുക്കും, ഒരു അക്ഷരം പോലും തിരിച്ചു പറയില്ല. ഒരുപക്ഷെ അതായിരിക്കും അവളോട് ഇങ്ങനെ കാണിക്കുന്ന അമ്മ. എന്തോ അത് മാത്രമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അവന് നിങ്ങളെക്കാളും സാലറി കുറവാണല്ലോ, നിങ്ങൾക്കാണെങ്കിൽ കൂടുതലും. ചിലപ്പോ ആ ഒരു ഡിഫറൻസ് ആയിരിക്കും അമ്മ രണ്ട് മരുമക്കളോടും കാണിക്കുന്നത്. ഇതിപ്പോ അവന്റെ സ്ഥാനത്ത് നിങ്ങളാണ് കുറച്ച് ശമ്പളം വാങ്ങണെങ്കിലേ അവളോട് പെരുമാറുന്ന പോലെ ആയിരിക്കും അമ്മ എന്നോടും പെരുമാറാൻ. എന്തായാലും ഇതൊന്നും അത്ര ശരിയല്ല ഏട്ടാ. ഇനി അവൻ അമ്മേനോടുള്ള കൂടുതൽ സ്നേഹത്തിന്റെ പേരിൽ പ്രതികരിക്കാൻ ഇരുന്നിട്ടുണ്ടെങ്കിലേ ജീവിതകാലം മുഴുവൻ അവൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരും. ഏയ്, എന്നാലും സ്വന്തം മക്കളോട് ഇങ്ങനെ ശമ്പളത്തിന്റെ പേരിൽ ഏതെങ്കിലും അമ്മ പാർഷ്യാലിറ്റി കാണിക്കോ? അതാണല്ലോ നമ്മളിപ്പോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവൻ കാര്യങ്ങൾക്ക് മനസ്സിലാക്കി അവന് നല്ലത്. വേറെ ഇപ്പൊ എന്ത് പറയാനതില്? നീ ഇങ്ങോട്ട് വാ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല തിന്നാണ്, അതാണ് നല്ല ടേസ്റ്റ്. അവിടെ ഒന്നും ഇങ്ങനത്തെ കിട്ടൂല കേട്ടാ. മോൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇതേ പാലക്കാട് മേമ കൊണ്ടുവന്ന ചിപ്സാ, നല്ല ചിപ്സാ അവിടെ കിട്ടുന്നത്. എന്നാ മോളെ ഇത് കുറച്ചും കൂടി കഴിച്ചോ. മതി അമ്മേ. അത് സാറില്ല, മോള് കഴിച്ചോ. അടുത്ത ആഴ്ച പാലക്കാട് മേമ വരുന്നുണ്ട്, അപ്പം കൊണ്ടുവരാം. അമ്മ ഇരിക്കേ. നീ എന്ത് നോക്കി നിൽക്ക ഇവിടെ? അത് കഴിച്ചു കഴിയാറായില്ലേ? ചായ അങ്ങോട്ട് കൊടുക്കേ. നീ എന്താ ചായ വെച്ചിട്ട് മാറി നിൽക്കുന്നത്? അവർക്ക് ചായ എടുത്തു കൊടുക്ക്. വേണ്ട, ഞാൻ എടുത്താണ്. വേണ്ട, ചായ എടുക്ക. നീ അച്ഛൻ ചായ എടുത്തു കൊടുക്ക്. ചായ ഏട്ടാ ഒന്നിരിക്കെ, ചായ കുടിക്കേ. എനിക്ക് വേണ്ട, നീ കുടിച്ചോ. വേണ്ട വേണ്ട, എല്ലാവരും ഒന്നിച്ചിരുന്ന് എങ്ങനെ ശരിയാവുക? അതിന് വെള്ളം എന്തെങ്കിലും വേണമെങ്കിൽ ആരെടുത്ത് കൊടുക്കാനാ? ആദ്യം ഞങ്ങൾ ചായ കുടിച്ച് കഴിയട്ടെ. എന്നിട്ട് പ്ലേറ്റും കപ്പൊക്കെ ഒന്ന് കഴുകി വെക്കി, എന്നിട്ട് നീ ചായ കുടിച്ചോ. നോക്ക്, പപ്പായ എത്ര കൊഴിഞ്ഞു വീണിരിക്കുന്നത്. 3 പോയി. ഞാൻ ഇവളോട് പറഞ്ഞതാ നനച്ചു കൊടുക്കേ. എടി അഞ്ജലി, ഒന്നിങ്ങോട്ട് വാ. എന്താ അമ്മേ? അയ്യേ, ഈ കോഴ്സിന് എങ്ങോട്ട് വാ നിക്ക്? അതമ്മേ, ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ അടുത്ത ഫ്രണ്ടിന്റെ വീട്ടിൽ പോകണ്ടെന്ന്. അതിനുവേണ്ടി റെഡി ആയതാ. നല്ല കാര്യായി. നീ ഈ കോഴ്സാണ് വേറൊരു വീട്ടിലേക്ക് പോകുന്നത്? നാട്ടുകാരോട് ചിരിക്കില്ലേ? ഒന്നുമില്ലെങ്കിൽ ഇവിടെ അച്ഛനും അമ്മയ്ക്കുള്ള വീടല്ലേ. ഈ ഡ്രസ്സിലാണ് ഇവിടെ നടക്കുന്നത്? അമ്മേ, ഞാൻ തന്നെ ഇവളോട് ഈ ഡ്രസ് ഇടാൻ പറഞ്ഞത്. നിനക്ക് കുറച്ചൊന്നും വിവരം ഉണ്ടോടാ? ഈ കോഴ്സ് ഇവിടെ നടക്കാൻ പറ്റില്ല. നീ ഇത് ഇവളെ കൊണ്ട് മാറ്റാൻ പറഞ്ഞിട്ട് വരെ ചുരിയോട്ട് പോകാൻ നോക്കേ. നീ ഒരു കാര്യം ചെയ്, അമ്മ കേക്ക് പോയി ഡ്രസ് മാറ്റി. നിക്ക, നീ ഡ്രസ് മാറ്റി വന്നിട്ടേ ഈ ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം നനച്ചോട്, എന്നിട്ട് പോകാനെടുത്തിട്ട് പോയാൽ മതി. ചെറിയൊരു വെയിൽ തട്ടുമ്പോൾ ചെടികളൊക്കെ ഒന്ന് കരിഞ്ഞു പോയി. അമ്മേ, ഒരുത്തിനെ പറഞ്ഞു വിടുമ്പോഴേക്കും മറ്റൊരുത്തി അതിനെ പറ്റി കോളേജിലാണല്ലോ വരുന്നത്. എന്താ മോളെ? ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം. എങ്ങോട്ട്? ഞങ്ങളെ ഒരു പാർട്ടിക്ക് പോവാ. ആണോ? ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ മോളെ അവിടെ? ഈ ഡ്രസ്സിലാണോ പോകുന്നത്? അതിനെന്താ? അതല്ല മോളെ, ഈ ചുറ്റുപാട് ആരും ഇങ്ങനത്തെ ഡ്രസ്സുകളൊന്നും ഇടില്ല. മോള് മാത്രം ഇടുമ്പോ ആൾക്കാരെന്ത് പറയാ, അതുകൊണ്ടാ.
എന്റെ അമ്മേ, ആൾക്കാരെ നോക്കിയിട്ടേ എനിക്ക് ഡ്രസ് ഇടാൻ പറ്റുമോ? അമ്മയ്ക്ക് ഈ ചുറ്റുപാടുള്ള കുറച്ചു പേരല്ലേ അറിയൂ. ഞാൻ താമസിച്ചെടുത്തേ ആൾക്കാരൊക്കെ ഇങ്ങനത്തെ എല്ലാ ഡ്രസ്സും ഇടാറുണ്ട്. അതുകൊണ്ട് എനിക്കൊന്നും വലിയ പ്രശ്നമായി തോന്നുന്നില്ല. അതല്ല മോളെ, നല്ലൊരു സാരി എടുത്തിട്ട് പോയാലേ കാണാനും നല്ല ഭംഗിയുണ്ടാവും. പിന്നെ അമ്മയ്ക്കും അതാണ് ഇഷ്ടം. എന്താ അമ്മ ഇത്? അമ്മേന്റെ ടേസ്റ്റ് അനുസരിച്ച് ഇപ്പത്തെ പെൺകുട്ടി ഡ്രസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യ? പിന്നെ തമ്മ ഞാനൊരു കാര്യം പറഞ്ഞതാ, ഇവിടെ ഇരുന്ന ഡ്രസ്സ്, ചെരുപ്പ്, ഹെയർ സ്റ്റൈൽ ഇതൊക്കെ അവളുടെ ഇഷ്ടങ്ങളല്ലേ. അതിൽ അമ്മ വെറുതെ ഇടപെടുന്നത്. നീ വെറുതെ സമയങ്ങളുണ്ടോ? അയ്യോ, എന്റെ മോൾ അടിച്ചു വരാ. വേണ്ട വേണ്ട, ഈ പണിയൊന്നും ചെയ്യണ്ട. ചൂല് അവിടെ ഇട്ടോ. ഇടീ അഞ്ജലി. അയ്യോ വേണ്ടമേ, ഞാൻ അടിച്ചോളാം. വേണ്ട മോളെ, ചൂലിങ് തന്നെ. അഞ്ജലി, ഒന്നും കേട്ടു വാ. എന്താമ്മേ? എന്നാ ചൂല് ഇവിടെ മുഴുവൻ ഒന്ന് അടിച്ചു വരും നല്ലോണം. മോളെ, ആ ശാരദന്റെ അമ്മ സുഖൂലം കിടക്കാണ്. കൊറേ പ്രാവശ്യം എന്നെ വിളിക്കണം, മോളെ ഒന്ന് കാണണം കാണണം എന്ന് പറഞ്ഞിട്ട്. അതിന് എനിക്ക് എന്റെ മോളെ കൊണ്ടുവന്ന് കിട്ടിയിട്ട് വേണ്ടേ? നമുക്കൊന്ന് കണ്ടിട്ട് വരാം മോളെ. നടക്ക്. ഇതാ വീട്. ആ ഇതുണ്ട്. നടക്ക്. അമ്മ, ഞങ്ങളൊരു സിനിമയ്ക്ക് പോയിട്ടേ. ഈ സമയത്തോ? നിങ്ങൾ ഇപ്പൊ പോയിട്ട് എപ്പോ വരാനാ? എന്തായാലും ഒരു 11 മണിയാണ് അമ്മ. അമ്മ ഒരു കാര്യം ചെയ്തു, ഭക്ഷണം കഴിച്ച് കിടന്നു. ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോളാം. അത് ശരി. എല്ലാവരും സ്വന്തം കാര്യം നോക്കി ഇങ്ങനെ നടന്നോ? ഇവിടെ ആർക്കും ഭക്ഷണം കഴിക്കണ്ടല്ലോ നിങ്ങൾ ഇട്ടിട്ട് പോയാ. അമ്മ, ഞാൻ രാത്രിക്ക് വേണ്ടതൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തണുത്ത ഭക്ഷണം കഴിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. നിന്നെ കൊണ്ട് ഞാൻ പറഞ്ഞു എത്രയും നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി വെക്കാൻ. ഒരു കാല് വേദനയാണ്, ഇപ്പൊ ചൂടാക്കി കഴിക്കുന്ന എന്നെ കൊണ്ട് കഴിയില്ല. അത് മാത്രമല്ല, സിനിമയ്ക്ക് പോയിട്ട് 10-11 മണിക്ക് വന്നാൽ ഞാൻ വാതിൽ തുറന്നു തരില്ല. ഞാൻ നേരത്തെ കിടക്കും. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. നിങ്ങൾ പുറത്ത് കിടക്കാൻ പറ്റുകയാണെങ്കിൽ സിനിമയ്ക്ക് പോയിക്കോളൂ. സിനിമയ്ക്ക് പോകണത്ര. അമ്മേ, ഞങ്ങളൊന്ന് സിനിമയ്ക്ക് പോവാണേ. ആ സിനിമയ്ക്ക് പോകണോ മക്കള്? വരാൻ വൈകുവോ? എന്തായാലും ഒരു 10-11 മണി കഴിയും. അമ്മേന്റെ ഫോണൊന്ന് അടുത്ത് വെച്ചിട്ട് കിടക്കണേ. ഇവിടെ നമ്മൾ ഞങ്ങൾ വിളിക്കാം. അതിനെന്താ, ഞാൻ അച്ഛനോട് സോഫയിൽ കിടക്കാൻ പറയാ. മക്കള് വാതിൽ വന്ന് കൊട്ടിട്ട് അച്ഛൻ തുറന്നു തരും. ഞാനും ഉറങ്ങില്ല നിങ്ങൾ വരുന്നവരെ. ആ സുജിത്തേ, നീ എവിടെ? ഒന്നും കൊണ്ട് വാ. എടാ, ഞങ്ങള് സിനിമയ്ക്ക് പോവാ. നീ പറഞ്ഞില്ല നിങ്ങളൊന്ന് സിനിമയ്ക്ക് പോകുന്നുണ്ടെന്ന്. ഒരു കാര്യം ചെയ്, വരികയാണെങ്കിൽ ഞങ്ങളോട് വാ, ഒരുമിച്ച് പോവാ. അവരോട് സിനിമയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ വയ്ക്കും, അവര് വരുന്നില്ല. പോണ്ടാന്നോ? അതിന് അമ്മ അവരോട് പോണ്ടാന്ന് പറഞ്ഞേ. അവനവന്റെ ഭാര്യനെയും കൂട്ടിയിട്ട് ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ അമ്മേന്റെ സമ്മതത്തിന് വേണ്ടി കാത്തിക്കണോ? എടാ, അവള് നിന്റെ കൂടെ സിനിമയ്ക്ക് പോകാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് ഇറങ്ങിയതല്ലേ. അപ്പൊ അമ്മ ഇങ്ങനെ പോണ്ടാന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾ രണ്ടും കൂടെ റൂമിലേക്ക് കയറി പോവുക. അമ്മ നിന്റെ ഭാര്യനെ എങ്ങനെയൊക്കെ ഇൻസൾട്ട് ചെയ്താലും അതൊന്നും കേട്ടിങ്ങനെ സഹിച്ചു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാന്ന് പറയാനുള്ള തന്റെ ഇടം ഉണ്ടാവണം. എടാ, നിന്റെ ഭാര്യയ്ക്ക് വേണ്ടിട്ട് സംസാരിക്കാൻ ഈ വീട്ടിൽ നീ അല്ലാണ്ട് പിന്നെ വേറെ ആരാളുള്ളത്? അമ്മേ, ഈ മരുമക്കളോട് പാർഷ്യാലിറ്റി കാണിച്ചിട്ടേ വെറുതെ മക്കളുടെ ശത്രുതയും കൂടെ വാങ്ങിച്ചു കൂടാൻ നിൽക്കണ്ട. എടാ, ഞങ്ങൾ എന്തായാലും സിനിമയ്ക്ക് പോകാൻ ഇറങ്ങിയതാ. നീ വരുന്നുണ്ടെങ്കിൽ വാ. നീ വാ. അമ്മ, ഇനി 2 മരുമക്കളെയും വേർതിരിച്ച് കാണുന്ന പരിപാടി ഇല്ലേ, അന്നത്തോടെ നിർത്തിയേ. ഇനി ഞങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടണ്ട. രാത്രി വന്നിട്ട് ഗേറ്റ് തുറന്നില്ലെങ്കിൽ എന്താ ചെയ്യണ്ടത് ഞങ്ങൾക്കറിയാം. നീ വാ.